അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വലിയ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. എന്താണ് ട്രംപിന് ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നം? റഷ്യയുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഒരു രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യ 5-ൽ പോലും ഇന്ത്യ ഇല്ല എന്നിരിക്കെ ഇന്ത്യക്കാണ് ഏറ്റവും കൂടുതൽ താരിഫ് റഷ്യൻ എണ്ണ വാങ്ങുന്നു എന്ന് പറഞ്ഞ് അമേരിക്ക അടിച്ചു തന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് ഇന്ത്യൻ ജനങ്ങൾക്കിടയിലേക്ക് അമേരിക്കയുടെ ജനറ്റിഫിക്കലി മോഡിഫൈഡ് ക്രോപ്സിൻ്റെ ഇറക്കുമതി നരേന്ദ്രമോദി ചെയ്യാൻ സമ്മതിക്കാത്തതാണ്. അതായത് നമ്മളിപ്പോൾ പാല് കുടിക്കുന്നു, ആ പാല് ഇനി കൃത്രിമമായി ഉണ്ടാക്കിയ പാല് അമേരിക്ക അവിടെ നിന്നും ഇറക്കുമതി ചെയ്യും. അങ്ങനെ അമേരിക്ക അവിടെ നിന്നും ഇവിടെ ഇത് ഇറക്കുമതി ചെയ്താൽ മാത്രമേ ഇവിടെയുള്ള ആൾക്കാർ അത് കുടിക്കുകയുള്ളൂ. അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ വേറെ ആയിരിക്കും. ആ അസുഖങ്ങൾക്ക് നമ്മുടെ ഈ വലിയ വിപണിയിലേക്ക് വരാനായി മെഡിക്കൽ മാഫിയ അഥവാ മരുന്ന് മാഫിയകളും കാത്തുകെട്ടി കിടപ്പുണ്ട്. പോരാത്തതിന് 8 കോടി വരുന്ന നമ്മുടെ ക്ഷീരകർഷകരുടെ ശവപ്പെട്ടിയിൽ ആണിയടിക്കുന്നതിന് തുല്യമായിരിക്കും ഇത്. എന്തായാലും നരേന്ദ്രമോദി ഇത് സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ട്രംപിൻ്റെ ഇലക്ഷൻ ഫണ്ടുകൾ. ട്രംപിന് ഇപ്പോൾ ഭരണാധികാരിയാകാൻ, അതായത് അമേരിക്കൻ പ്രസിഡന്റ് ആകാനായിട്ട് ഇലക്ഷൻ ഫണ്ട് കൊടുത്തവയിൽ ഭൂരിഭാഗവും ഈ അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രിയിൽപ്പെട്ടവരാണ്. അതായത് ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സിൻ്റെ അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രിയിൽപ്പെട്ടവരാണ്. അവർ ട്രംപിനെ ഇപ്പോൾ വല്ലാതെ പ്രഷറൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ട്രംപിന് മൊത്തത്തിൽ നിക്കക്കള്ളിയില്ലാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് ഏത് സാഹചര്യങ്ങളും മുതലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഏത് വിധേനയും ഇന്ത്യയിലേക്ക് അമേരിക്കയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ട്രംപിൻ്റെ മുന്നിൽ ഇനിയുള്ള വഴി എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും കോർട്ടീവ അഗ്രി സയൻസ്, കാർഗിൽ, ആർച്ചർ ഡാനിയൽസ് മിഡ്ലാൻഡ്, ബെയർ മൊൺസാൻഡോ, സിൻജൻറ്റ, ലൗറിസ് ഡ്രൈ ഫുഡ്സ് കമ്പനി എന്ന് പറയുന്ന ഈ കമ്പനികളൊക്കെയാണ് അമേരിക്കയും ഡൊണാൾഡ് ട്രംപിനെയും ഇപ്പോൾ ഞെരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ ഡൊണാൾഡ് ട്രംപിന് ഇത്രയധികം ഫണ്ട്, ഇലക്ഷൻ ഫണ്ടായിട്ട് കൊടുത്തത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിപണിയായിട്ടുള്ള ഇന്ത്യ അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കാനാണ്. പക്ഷേ അതിൽ തടസ്സമായി നിൽക്കുന്നതാകട്ടെ ഇന്ത്യയുടെ ഒരേ ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. അതുകൊണ്ട് മോദിയെ താഴെ ഇറക്കാൻ പോലും ഇവർ ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. രാജ്യത്തിപ്പോൾ രാഹുൽ ഗാന്ധി അടക്കം വോട്ട് ചോരി വിഷയം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ചീറ്റിപ്പോയൊരു മട്ടാണ്. ഇനി എന്തൊക്കെയാണ് ഇവർ നമ്മുടെ രാജ്യത്തിനെതിരെ പടച്ചുവിടാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ജാഗരൂകരായിരിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായിരുന്നാലും ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇനി ഇന്ത്യക്ക് മേലൊരു ഉപരോധം ഏർപ്പെടുത്തിയാലും അതിശയപ്പെടാനില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.